നാം ജീവിക്കുന്നത് ജനാധിപത്യ ഇന്ത്യയിലാണോ എന്ന സുപ്രധാന ചോദ്യം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ട് ഇന്നേക്ക് 3-ാം ദിവസമാണ്. കർണാടകത്തിലെ ഒരു മണ്ഡലത്തിലെ വലിയ വോട്ടുകൊള്ളയുടെ വലിയ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കടലാസുകളിൽ നിന്നും കണ്ടെത്തി നൽകിയിട്ടും വീണ്ടും തെളിവ് ചോദിക്കുകയാണ് കമ്മീഷൻ. പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തവരോട് സത്യവാങ്മൂലം ചോദിക്കേണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനുള്ളതല്ലല്ലോ തെളിവുകൾ. മഹാദേവപുരയിൽ നിന്നുള്ള തെളിവുകൾക്ക് പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ വെബ്സൈറ്റിൽ പട്ടിക തുറക്കാനാകാത്തത് എന്തുകൊണ്ടാണ്? മഹാദേവപുരയിൽ നിന്നും അന്വേഷണം വാരാണസിയിലേക്ക് പോകേണ്ടതല്ലേ? 2019 4 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിൽ മോദി ജയിച്ച മണ്ഡലത്തിൽ 2024 ആകുമ്പോഴേക്ക് 3 ലക്ഷത്തിലേറെ വോട്ട് കുറഞ്ഞുള്ള വിജയം ഒന്ന് പരിശോധിക്കേണ്ടേ? വോട്ടെണ്ണിയപ്പോൾ അജയ് റായുടെ കുതിപ്പും പിന്നെയുള്ള മോദിയുടെ മങ്ങിയ വിജയവും പരിശോധിക്കാൻ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ഇങ്ങ് കേരളത്തിൽ സുരേഷ് ഗോപിയിലൂടെ BJP അക്കൗണ്ട് തുറന്നതിലും അന്നുയർന്ന അപശബ്ദങ്ങൾ ഇപ്പോൾ ഉറക്കെ കേൾക്കുകയാണ്. വരുത്തരായ വോട്ടർമാരുടെ ആധിക്യം ചൂണ്ടിക്കാട്ടിയിട്ടും ഭരണാധികാരിയായ കളക്ടർ അനങ്ങിയില്ല എന്ന ആരോപണങ്ങൾക്ക് വേണ്ടേ വ്യക്തത? ഏതാണ് യഥാർത്ഥ ജയം? ആരാണ് നമ്മെ ഭരിക്കുന്നത്? സത്യത്തിൽ അട്ടിമറിയോ എന്നതാണ് ചോദ്യം.